ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം ഞാനൊരു മല കയറിക്കൊണ്ടിരിക്കുകയാണ്. മല കയറി വന്നപ്പോൾ അത്യാവശ്യം മോശമല്ല, ഒരു കോട്ട കയറുകയാണ്. അപ്പോൾ മോശമല്ലാത്തത് കൊണ്ട് എന്തായാലും ഞാനൊരു ട്രാൻസ്ഫർ റൂമറിനെ പറ്റി ഒരു വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹിച്ചത് കൊണ്ടും എന്നാൽ മലയുടെ മണ്ടയ്ക്ക് വെച്ച ഒരു വെറൈറ്റിക്ക് ഒരു ട്രാൻസ്ഫർ റൂമർ വീഡിയോ ആയിക്കോട്ടെ എന്ന് കരുതി. അപ്പം ഇതൊരു ട്രാൻസ്ഫർ റൂമേഴ്സിനെ പറ്റിയുള്ള വീഡിയോയാണ്. ഞാൻ ആദ്യം മലയുടെ വ്യൂ കാണിച്ചിട്ട് നമുക്ക് റൂമേഴ്സിലോട്ട് പോകാം. ഇതാണ് കോട്ടയിൽ നിന്നുള്ള വ്യൂ. അപ്പം കാര്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇവിടെ കൂടെ കുറച്ച് ശബ്ദങ്ങളൊക്കെ ഉണ്ടാവും, ആദ്യം ക്ഷമിക്കുക. മെയിൻ ട്രാൻസ്ഫർ വാർത്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ക്ലബ് വൈസ് എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ റയൽ മാഡ്രിഡിൻ്റെ അവിടെ നിന്നാണ് കുറച്ച് ന്യൂസൊക്കെ വരുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞ പോലെ ചാബി അലോൺസോ വരവായി. ആൻസലോട്ടി ബ്രസീലിലേക്ക് പോവുകയാണ്. മെയ് 26 ബ്രസീൽ നാഷണൽ ടീമുമായിട്ട് ജോയിൻ ചെയ്യും. അപ്പോൾ ചാബി അലോൺസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടൊരു സിസ്റ്റം ഉള്ളൊരു മാനേജറാണ്. 3 at the back ഒക്കെ കളിക്കുന്ന വിങ് ബാക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു മാനേജർ ആയതുകൊണ്ടും എന്തായാലും പണ്ടത്തെ പോലെ റയലിൻ്റെ എന്താ പറയുക ഫ്രീ ട്രാൻസ്ഫർ പരിപാടികൾ നടക്കുമെന്ന് തോന്നുന്നില്ല. ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ റയൽ നന്നായിട്ട് സ്പെൻഡ് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൽ മെയിനായിട്ട് വരുന്ന ലിങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഡീൻ ഹ്യൂസൺ, നമ്മളിപ്പം ബോൺമത്തിൽ കളിക്കുന്ന യുവൻറ്റസിൽ നിന്ന് ലോണിനോ അതോ ബോൺമത്ത് മേടിച്ചാണെന്നറിയില്ല, പക്ഷേ ഡീൻ ഹ്യൂസൻ്റെ 50 million എങ്ങാണ്ടോ റിലീസ് ക്ലോസ് കൊണ്ടുവരാൻ റയലിന് താല്പര്യമുണ്ട്. ഇപ്പോൾ റയലിൻ്റെ അവൈലബിൾ ഓപ്ഷൻസ് CBകൾ ഭയങ്കര കുറവാണ്. അതായത് ഫിറ്റായിട്ടുള്ളതും ബോൾ പ്ലേയിങ് എബിലിറ്റീസ് ഉള്ള CBs 3 back സിസ്റ്റം വരുമ്പോഴത്തേക്കും കുറവായതുകൊണ്ടും ഹ്യൂസൺ അത്യാവശ്യം നല്ല റേറ്റഡ് ആയിട്ടുള്ള സ്പാനിഷ് ഡിഫൻഡറും കൂടെ ആയതുകൊണ്ടും, അതായത് ഹ്യൂസൺ അത്യാവശ്യം പ്രായം കുറവുള്ള ഭയങ്കര പ്രോമിസിങ് ആയിട്ടുള്ള ടാലൻ്റാണ്. അതുകൊണ്ട് തന്നെ ഹ്യൂസൻ്റെ പുറകെ റയൽ മാഡ്രിഡ് മാത്രമല്ല കുറച്ച് വമ്പൻ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടീംസും ഉണ്ടെന്നാണ് ന്യൂസ്. അതും റയൽ മാഡ്രിഡിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 million ഒറ്റ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളൊരു വാർത്തകളും വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹ്യൂസൻ്റെ തീരുമാനം അനുസരിച്ചിരിക്കും. എന്തായാലും പ്രീമിയർ ലീഗ് ക്ലബ്സ് ഒറ്റ ഇൻസ്റ്റാൾമെൻറ്റിലൊക്കെ അടച്ച് കൊത്തിക്കൊണ്ട് പോകാനും സാധ്യതയുണ്ട്. പക്ഷേ റയൽ നോക്ക് ചെയ്ത് കഴിഞ്ഞാൽ മിക്ക വലിയ പ്ലെയേഴ്സും പോകാറുണ്ട്. സോ ഡീൻ ഹ്യൂസൺ റയലിനൊരു പോസിറ്റീവ് ന്യൂസ് ആവട്ടെ. അതുപോലെ തന്നെ അവർ ലെഫ്റ്റ് ബാക്കിലൊക്കെ എൻഫോഴ്സ്മെൻറ്റ് നോക്കും ഉറപ്പായിട്ടും. പിന്നെ റോഡ്രിഗോ ഇപ്പം റീസെൻ്റ്ലി ഒരു പോസ്റ്റൊക്കെ ഇട്ടായിരുന്നു, അത് ചുമ്മാ ഡോണ്ട് മേക്ക് തിങ്സ് അപ്പ് എന്നൊക്കെ ഉള്ള രീതിയിൽ. സോ റോഡ്രിഗോ പോകുമെന്നൊന്നും തോന്നുന്നില്ല. അതേസമയം അവിടെ മാഞ്ചസ്റ്റർ സിറ്റി നല്ല രീതിക്ക് പ്ലെയേഴ്സിനെ വാങ്ങാൻ നോക്കുന്നുണ്ട്. മാൻ സിറ്റി രണ്ടും കൽപ്പിച്ചാണ്, നമുക്കറിയാം. അവർക്ക് ഈ സീസൺ ഒരു ഓഫ് സീസൺ ആയിരുന്നു. ആകെ കൂടെ ഈ സൺഡേ ഒരു FA കപ്പ് ജയിച്ചു എന്നുള്ളതിൽ ഉപരി അവർക്കൊരു ഓഫ് സീസൺ ആയിരുന്നു. അത് നമുക്കൊന്നും പറയാനില്ല. അതായത് 4 പ്രീമിയർ ലീഗ് ടൈറ്റിലും ഒരു ചാമ്പ്യൻസ് ലീഗ് ഒക്കെ അടിച്ചിട്ട് ഒരു ഓഫ് സീസൺ വരും. കഴിഞ്ഞ സീസണായിരുന്നു ഞാൻ പ്രതീക്ഷ, പക്ഷേ ഇപ്പം ഓഫ് സീസണായി. അപ്പം മിഡിലാണ് എൻഫോഴ്സ്മെൻറ്റ്സ് നോക്കുന്ന സിറ്റി. ബേസിക്കലി ഫ്ലോറിയൻ വിറ്റ്സ് ബയർ ലെവർകൂസനിലുള്ള പുള്ളിക്കാരന് വേണ്ടി മാൻ സിറ്റിയുടെ ക്യാമ്പ് നന്നായിട്ട് പുഷ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ തിജാനി റെൻഡേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ AC മിലാൻ്റെ ടോപ്പ് ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന മിഡ്ഫീൽഡറിനെ അവർ നോക്കുന്നുണ്ട്. നിക്കോ ഗോൺസാലസിനെ അവർ മേടിച്ചിരുന്നു, പക്ഷേ അതൊരു റോഡറി പ്രൊഫൈൽ സൈനിങ് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ദേ വിൽ മേക്ക് ഹോൾഡിംഗ് മിഡ് അല്ലാതെ കുറച്ചുകൂടെ ബോക്സ് ടു ബോക്സ് അല്ലെങ്കിൽ പ്രോഗ്രസീവായിട്ട് കളിക്കാൻ പറ്റിയ മിഡ്ഫീൽഡേഴ്സിനെ അവർ നോക്കും. സോ വിറ്റ്സിൻ്റെ കാര്യത്തിലും റെൻഡേഴ്സിൻ്റെ കാര്യത്തിൽ അവർ പോസിറ്റീവാണ്. വിറ്റ്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ബയേണും നോക്കുന്നുണ്ട്, പക്ഷേ ബയേണിന് വിൽക്കുന്നെങ്കിൽ കുറച്ചുകൂടെ കാശ് കൂട്ടി വിൽക്കും. അത് ഒബ്വിയസ്ലി ആയിരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കോമ്പറ്റീറ്റേഴ്സാണ്. അവിടുന്ന് ലിവർപൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ ലിവർപൂളിൻ്റെ അതുപോലെ തന്നെ ബയർ ലെവർകൂസൻ്റെ ഫ്രിംപോങ് റൈറ്റ് ബാക്കാണ്. നമുക്കറിയാം ട്രെൻഡ് റയലിലോട്ട് പോയിട്ടുണ്ട്. അപ്പം റൈറ്റ് ബാക്ക് സ്ഥാനത്തേക്ക് ഫ്രിംപോങ്ങിൻ്റെ ക്യാമ്പുമായിട്ട് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള വാർത്തകളാണ് വരുന്നത് ലിവർപൂളിന്. മാത്രമല്ല ലിവർപൂൾ നിങ്ങൾക്കറിയാം വിർജിൽ വാൻ ഡൈക്ക്, മുഹമ്മദ് സല എന്താ പറയുക കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തു. വിർജിൽ വാൻ ഡൈക്ക് 400K പെർ വീക്ക് നേടി ഏറ്റവും ഹയസ്റ്റ് പെയ്ഡ് ഡിഫൻഡർ ആയിരിക്കുകയാണ്. വിച്ച് ഈസ് വെൽ ഡിസേർവിങ്. 33-year-old ആണെങ്കിൽ പോലും ഹി ക്യാൻ ബി പ്ലേയിങ് അറ്റ് ദിസ് ലെവൽ 2 more years ഈസിലി. അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ട്രാൻസ്ഫർ വാർത്തകൾ. പിന്നെ മാൻ യുണൈറ്റഡിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മാൻ യുണൈറ്റഡ് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ മാത്യസ് കുഞ്ഞയായിട്ടുള്ള ടോക്സ് കുറച്ചുകൂടെ പോസിറ്റീവാണ്. ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ
റിഗാർഡ്ലെസ് ഓഫ് വെദർ ദേ വിൻ യൂറോപ്പ ലീഗ് അടുത്ത കൊല്ലം UCL ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഞ്ഞ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലിയാം ഡെലാപ്പ്, ഞാനന്ന് പറഞ്ഞിരുന്നു ചെൽസിയൊക്കെ നല്ലപോലെ നോക്കുന്നുണ്ടെന്ന്. പക്ഷേ ലിയാം ഡെലാപ്പിൻ്റെ ക്യാമ്പും ലിയാം ഡെലാപ്പിനും മാൻ യുണൈറ്റഡിൽ ജോയിൻ ചെയ്താൽ കൊള്ളാം എന്നുള്ള റൂമറുകളും വരുന്നുണ്ട്. അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്സണലിൻ്റെ സൈനിങ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. സുബിമെൻഡിയെ സൈൻ ചെയ്തിട്ടുണ്ട് റയൽ സോസിഡാഡിൽ നിന്ന്. അല്ലാതെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ടോക്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വില്യം സലീബയ്ക്ക് റയൽ മാഡ്രിഡിൽ നിന്ന് ഓഫേഴ്സ് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. എങ്കിലും വില്യം സലീബ സ്റ്റേ ചെയ്യാം, എക്സ്ട്രാ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ബട്ട് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തായാലും സലീബ വെക്കും. ഒബ്വിയസ്ലി 24 വയസ്സുള്ള പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു CB ആണ്. പ്രോമിസിംഗ് എന്നല്ല, വൺ ഓഫ് ദ ബെസ്റ്റ് CBs ഇൻ ദ വേൾഡ് ആണ്. അപ്പം സലീബയെ എങ്ങനെ എന്ത് വില കൊടുത്തും പിടിച്ചു നിർത്താൻ ആഴ്സണൽ നോക്കും. അതുപോലെ തന്നെ വേറൊരു ആഴ്സണലിൻ്റെ പോസിറ്റീവ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോമസ് പാർട്ടി 2 കൊല്ലത്തെയും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യും എന്നാണ് വാർത്തകൾ. പിന്നെ നാപ്പോളിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹോർഹി സുഡാക്കോ എന്ന് പറയുന്ന ഒരു ഉക്രൈനിയൻ മിഡ്ഫീൽഡർ, ഷാക്തർ ഡൊണസ്കിന് വേണ്ടി കളിക്കുന്ന ഉക്രൈനിയൻ മിഡ്ഫീൽഡറിന് വേണ്ടി പുറകെ പോകുന്നുണ്ട് നാപ്പോളി. അതുപോലെ തന്നെ നാപ്പോളിയുടെ അടുത്ത ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ജൊനാഥനുകളാണ് ഇത്തവണ ഫ്രീ ഏജൻ്റായിട്ട് പോകുന്നത്. ഒരു ജൊനാഥൻ എന്ന് പറഞ്ഞാൽ ജൊനാഥൻ ഡേവിഡ്, കുറേ കാലമായിട്ട് ലില്ലിൽ കളിക്കുന്ന, എല്ലാ ട്രാൻസ്ഫർ വിൻഡോയിലും മുടങ്ങാതെ വന്ന് തല കാണിച്ചുകൊണ്ട് പോകുന്ന, എന്നാൽ ലില്ലിൽ നിന്ന് പോകാത്ത പുള്ളി അതാ ഫൈനലി ഫ്രീ ഏജൻ്റ് ആയിരിക്കുകയാണ്. ഫ്രീ ഏജൻ്റായ പുള്ളിയെ നാപ്പോളി നോട്ടമിടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇപ്പം മിക്കവാറും നാപ്പോളിയിലോട്ടായിരിക്കും ആ ജൊനാഥൻ പോകുന്നത്. പക്ഷേ വേറൊരു ജൊനാഥൻ പുള്ളി ബയൺ ലെവർകൂസൻ്റെ CB ആണ്. പുള്ളിയും ഫ്രീ ഏജൻ്റ് ആവുകയാണ് ഈ ജൂണിൽ. പക്ഷേ പുള്ളി എങ്ങോട്ടാണ് പോകുന്നത്? ബയർ ലെവർകൂസനിൽ നിന്ന് ബയൺ മ്യൂണിക്. ഒട്ടും തന്നെ സർപ്രൈസിങ് അല്ല. ബയണിൻ്റെ പരിപാടികൾ ചെയ്യുന്നു, സ്വന്തം റൈവൽസിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ആൾക്കാരെ മേടിക്കുന്നു. നോട്ട് സർപ്രൈസിങ്. അപ്പം ജൊനാഥൻ ബയണിലേക്ക് എന്നാണ് ഇപ്പോഴത്തെ വാർത്തകൾ. അടുത്ത വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാവി സിമോൺസ് 75 മില്യനാണ് RB ലൈപ്സിഗ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതിൽ വമ്പൻ പ്രീമിയർ ലീഗ് ക്ലബ്ബുകളാണ് വരുന്നത് എന്നാണ് റൂമറുകൾ. പക്ഷേ ചാവി സിമോൺസിന് പേര് പോലെ തന്നെ ബാഴ്സലോണ കളിക്കാനാണ് താല്പര്യം. പക്ഷേ ബാഴ്സ അൺലൈക്ലി ടു ബൈ ഹിം അറ്റ് ദിസ് മൊമെൻ്റ് ഓഫ് ടൈം. സോ ചാവി സിമോൺസ് ഒന്നെങ്കിൽ ഏതെങ്കിലും പ്രീമിയർ ലീഗ് ക്ലബ്ബിൽ പോവും, അല്ലെങ്കിൽ ബയൺ മ്യൂണിക് ചാവി സിമോൺസിലും കണ്ണു വെച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഗായ്സ്, ദാറ്റ്സ് ഇറ്റ്. എനിക്ക് അറിയാവുന്ന കുറച്ച് ട്രാൻസ്ഫർ റൂമറുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ ഇടുമല്ലോ. അപ്പം മറ്റൊരു വീഡിയോയും ആയിട്ട് നമ്മൾ ഇനിയും കാണും. അതുവരെ ബൈ.